ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം 81 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. 81 സങ്കീർത്തനത്തിലൂടെ ആസാഫ് എന്ന വ്യക്തിയെ ദൈവം ഉപയോഗിച്ച് ദൈവം തൻ്റെ മനസ്സ് ദൈവജനത്തോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ധ്യാന ചിന്തയിലെടുത്തത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് ഈ പകൽക്കാലം നാം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു, എൻ്റെ വഴികളിൽ നടന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ ആഗ്രഹം ശ്രദ്ധിച്ച്. എന്തിനാണ് ദൈവം പറയുന്നത് അവരെൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ എന്നുള്ളത്? ഒരിക്കലും അത് ദൈവത്തിനു വേണ്ടിയല്ല, അതാ ജനത്തിനു വേണ്ടിയാണ്. ജനം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ചില അനുഗ്രഹം ലഭിച്ചേനുമായിരുന്നു. ആ അനുഗ്രഹം അവർക്ക് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇവിടെ യിരെമ്യാ പ്രവചനം 29 അധ്യായത്തിൻ്റെ 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം എക്കാലത്തും ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ശുഭതയും മനുഷ്യൻ്റെ നന്മയും. ദൈവം ഒരിക്കലും മനുഷ്യൻ തിന്മയിലേക്കും ദോഷത്തിലേക്കും നാശത്തിലേക്കും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇംഗ്ലണ്ടിൽ സ്പീഡ് ക്യാമറാസ് പലയിടത്തുമുണ്ട്. അത് ഈ ക്യാമറ വെക്കുന്നതിൻ്റെ കുറച്ച് ദൂരെ ഒരു 200 യാർഡിനൊക്കെ മുൻപായിട്ട് അവരൊരു ക്യാമറയുടെ സൈൻ വെച്ചിരിക്കും. എന്ന് വെച്ചാൽ യാത്രക്കാരനെ ബോധവൽക്കരിക്കുകയാണ്, നിങ്ങൾ അടുത്ത 200 യാർഡ് കഴിയുമ്പോൾ 30 മൈൽ സ്പീഡിൻ്റെ ഒരു ക്യാമറയുണ്ട്. നിങ്ങൾ അതിൽ കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്താൽ നിങ്ങൾക്കൊരു പെനാൽറ്റി അല്ലെങ്കിൽ ഒരു പിഴ വരും എന്നൊരു മുന്നറിയിപ്പിൻ്റെ ഒരു ചിഹ്നവും അവിടെ കാണും. അപ്പം ചില ആളുകൾ രസകരമായി ഇങ്ങനെ ചോദിക്കാറുണ്ട്, ക്യാമറ വെച്ചിട്ട് മുന്നിൽ എന്തിനൊരു ബോധവൽക്കരണം കൊടുക്കുന്നു? ആ ക്യാമറ ഒളിച്ചു വച്ച് അവരെ പിടിച്ച് പെനാൽറ്റി അടിച്ചാൽ പോരെ എന്നൊരു ചോദ്യം ചോദിക്കും. എന്നാൽ ഇംഗ്ലണ്ടിൽ അങ്ങനെയല്ല. എല്ലാ ക്യാമറകൾക്കും മുൻപേ നമുക്കൊരു മുന്നറിയിപ്പ്, ഒരു ഡ്രൈവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കും. ഞാൻ ഇങ്ങനെ അതിനെ പറയട്ടെ ദൈവമക്കളെ, ഒളിച്ചു വച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വസൂലാക്കാനല്ല അവരാഗ്രഹിക്കുന്നത്. നിങ്ങൾ തെറ്റു ചെയ്യാതിരിക്കുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം പിഴത്തുകയായി അടയ്ക്കുകയോ നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയോ ചെയ്യണമെന്നല്ല അവരാഗ്രഹിക്കുന്നത്, ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പകരം നിങ്ങൾ മര്യാദയ്ക്ക് വാഹനം ഓടിക്കണം എന്നൊരു മുന്നറിയിപ്പ്. ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും മനുഷ്യന് മുന്നറിയിപ്പ് തരിക. കുഞ്ഞെ, ആ വഴിയെ പോകരുത്, തെറ്റായിട്ട് പോകരുത്, പോയാൽ അബദ്ധത്തിൽ പോയി ചാടും, നിനക്കത് ദോഷമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശുഭതയെ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നത്. അതിനാണ് പലപ്പോഴും ദൈവം മുന്നറിയിപ്പ് തന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരറിവ് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ
ഈ വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എക്കാലത്തും മനുഷ്യന്റെ ശുഭത ആഗ്രഹിക്കുന്നു. നോക്കണം, ഞാൻ ആ വാക്യം ഒന്നുകൂടെ താഴോട്ട് ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം വാക്കനുസരിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ അനുഗ്രഹം അവർക്ക് കിട്ടിയേനെ. ഒന്നാമത്തെ അനുഗ്രഹം, വേഗത്തിൽ ശത്രുക്കൾ കീഴടങ്ങുമായിരുന്നു. അപ്പൊ നോക്കണം, അവർ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്നിരുന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹം വേഗത്തിൽ ശത്രുക്കൾ കീഴടങ്ങുമായിരുന്നു. അടുത്തത്, വൈരികളുടെ നേരെ ദൈവത്തിൻ്റെ കൈ തിരിയുമായിരുന്നു. എന്ന് വെച്ചാൽ അവര് പോയി യുദ്ധമൊന്നും ചെയ്യേണ്ടായിരുന്നു, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തേനുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവർ കീഴടങ്ങുമായിരുന്നു. അപ്പൊ ചിലതൊക്കെ കീഴടങ്ങാതിരിക്കുന്നത്, ദൈവത്തെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ പകയ്ക്കുന്നവർ, ഇപ്പോഴും പകയ്ക്കുന്നവരൊക്കെ കീഴടങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഇരിക്കുന്നു. എന്നേക്കും ശുഭകാലം നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഓൺ ആൻഡ് ഓഫ് അല്ല, കുറച്ച് ദിവസം ശുഭകാലം പിന്നെ ശുഭകാലം പോകുക എന്നുള്ളതല്ല. നമുക്കറിയാം, ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിൽ പോകാൻ കാരണം ദൈവത്തിൻ്റെ വഴി വിട്ടുപോയി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. അപ്പം നോക്കണം, മേൽത്തരമായ ഗോതമ്പും പാറയിൽ നിന്നുള്ള തേനും ശത്രുക്കൾ കീഴടങ്ങുന്ന അവസ്ഥയും ഒക്കെ ഈ ജനത്തിന് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പക്ഷേ അതാ ജനം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവത്തിൻ്റെ ആ മനസ്സ് ഈ പകൽക്കാലം നാം തിരിച്ചറിയും. അപ്പൊ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് നന്മയാണ് ലഭിക്കുന്നതെന്ന് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റി നിന്നോട് മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കേട്ടനുസരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം സ്ഥിതി മാറ്റും. എന്ന് വെച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തൻ്റെ പദ്ധതികൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, മേൽത്തരമായ തേനും പ്രൈസ് ഗോതമ്പും പാറയിൽ നിന്നുള്ള തേനുകൊണ്ട് തൃപ്തി വരുത്തി ശത്രുക്കൾ കീഴടക്കി സംതൃപ്തിയിലും സന്തോഷത്തിലും നടത്തുവാൻ ദൈവം ശക്തൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു നിക്ഷേപമായി നാം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, സ്തോത്രം, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം, അത് സ്തോത്രം, ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, ഹല്ലേലൂയ, അവൻ ഉന്നതികളിൽ നടക്കുമാറാക്കും. എന്ന് വെച്ചാൽ, സ്തോത്രം, അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർക്കാണ് നന്മയുള്ളത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുക, എൻ്റെ വാക്ക് അവരനുസരിച്ചിരുന്നെങ്കിൽ, എൻ്റെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. കാരണം അത് നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി. ദൈവമക്കളെ, അനുസരണത്തിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. പ്രൈസ്, അനുഗ്രഹത്തിന് മറ്റൊരു കുറുക്കു വഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അനേക വാക്യങ്ങൾ പറയാനുണ്ടെങ്കിലും 81-ാം സങ്കീർത്തനത്തിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ മനസ്സ് പറഞ്ഞ് നിർത്തുന്നു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, എൻ്റെ വഴികളിൽ നടന്നിരുന്നുവെങ്കിൽ. അതെ, നമുക്കിങ്ങനെ പറയാം, കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വഴിയിൽ ഞാൻ നടക്കും. അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
എൻ്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ്. ദൈവം അതെന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, നിശ്ചയമായ കർത്താവേ, അങ്ങക്ക് ഞങ്ങളോടുള്ള ആ മനസ്സും ആഗ്രഹവും, ഞങ്ങളുടെ ശുഭതയും ഔന്നത്യവും അങ്ങയുടെ നിക്ഷേപവും, ഹല്ലേലൂയ, അങ്ങ് സ്ഥിതി മാറ്റി ഞങ്ങളെ ഉയർത്തുവാനുമൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ ഞങ്ങളുടെ മേൽ അതിൽ ജയം ഘോഷിക്കുവാനല്ല, ഞങ്ങളവരെ കീഴടക്കുവാനാണ്. ഞങ്ങളെ പകയ്ക്കുന്നവരുടെ ഞങ്ങളുടെ വൈരികളൊക്കെ അതിൽ ഞങ്ങൾ കീഴടങ്ങുവാനാണ്. മേൽത്തരമായ അനുഭവത്തിൽ ഞങ്ങളെ നടത്തുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തൃപ്തി വരുത്തുവാനാണ്, ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. ഞങ്ങൾ അറിയുന്നപ്പാ, ഞങ്ങളുടെ ശുഭതകൾ ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ മനസ്സ് ഞങ്ങൾ ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ നടന്ന് ആ വാക്ക് കേട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചന കേൾവി ഒരു മടങ്ങി വരവിനും യഥാസ്ഥാനത്തിനും അങ്ങയുടെ ഹൃദയം അറിയുവാനും ജനത്തിന് കാരണമാകണം. മഹത്വം അങ്ങയ്ക്ക്. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണം, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.